ഇന്നിവർ രണ്ടാളും ഒത്തൊരുമിച്ച് ഐക്യകണ്ഠേന ഒരു തീരുമാനത്തിലെത്തിയിട്ടാണല്ലേ, തല്ലുപിടുത്തൊന്നും ഇല്ലാതെ അല്ലേ? ഇന്ന് ഞങ്ങള് തല്ലുപിടുത്തൊന്നും ഇല്ലാണ്ട് ഒത്തൊരുമയോടുകൂടി സ്നേഹത്തില് നല്ല അമ്മയും മോളും ആയിട്ട് നിൽക്കാന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, അപ്പൊ തീരുമാനിച്ച എന്തിനാ ഇവിടെ വന്ന് നിക്കണ രണ്ടാളും കൂടി ഇങ്ങനെ? ഞങ്ങള് മീൻകാരൻ നിൽക്കാനൊക്കെ കാത്തിരിക്കുന്നത്. എന്താ പരിപാടി? ഒത്തൊരുമയോടെ തീരുമാനിച്ച് ഇന്ന് മീൻ വെച്ചിട്ട് എന്തെങ്കിലും ആക്കാം. അപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മേ ഇന്ന് ഞാൻ മീൻ വെച്ചിട്ട് വൈറലായ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി തരും, അമ്മ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു എന്നാ മോള് ഉണ്ടാക്ക്, അമ്മ കഴിക്കാന്ന് പറഞ്ഞു. എനിക്കും ആ സ്പെഷ്യൽ ഐറ്റം കഴിക്കാൻ കൊതിയായി, കൊറേ ആയതാക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ? കൊറേ ആയി, വൈറലായി, ഇപ്പം ഓൾഡ് ഔട്ട് ഓഫ് ഫാഷൻ ആയി. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് ആക്കി. പക്ഷെ അതിന് മത്തിയാണ് നല്ലത്. മത്തിയാണ് നല്ലത്. മീൻകാരൻ നിക്കാൻ ടൈമിൽ എന്താ ഉള്ളേന്ന് നോക്കാം. മത്തിയാണെങ്കിൽ മത്തി, അയിലാണെങ്കിൽ അയില. അതെ. അപ്പം നല്ല എങ്ങനെയാക്കാൻ വേണ്ടി പോന്നേന്നറിയോ? നല്ല ഉണക്കമുളകെല്ലാം ചതച്ചിട്ട് അടിപൊളി ചെറിയ ഉള്ളിയെല്ലാം ഇട്ടിട്ട്. ഉണക്കമുളക് അതിലിടൂല അമ്മ. ഉണക്കമുളക് ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉണക്കമുളക് അതിലിട്ട് ആരും കണ്ടിട്ടില്ല. അമ്മ ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. ഉണക്കമുളക് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്റെ അമ്മക്ക് അറിയാറ്റാണ് ഉണക്കമുളകെല്ലാം ഇട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും. തല്ലു പിടിക്കാനാക്കണ്ട. ഉണക്കമുളക് അതിലിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒന്നും അറിയില്ല. അമ്മ ഉണക്കമുളക് ഇട്ടിട്ടാണ് അമ്മ അതാക്കല്. ഉണക്കമുളക് ഇടൂല. ഉണക്കമുളക് ഇട്ട രസം ഉണ്ടാവില്ല. ഇഞ്ചി പച്ചമുളകൊക്കെയാണ് അതിന് നല്ല. എന്റെ അമ്മ ഇഞ്ചിയും പച്ചമുളക് മാത്രല്ല ഉണക്കമുളക് ഇടും. ഉണക്കമുളക് ഇട്ടെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? ഉണക്കമുളക് ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ഉണക്കമുളക് ഇടും. നമുക്ക് എന്താ? അല്ല അല്ല അല്ല, നിക്ക് നിങ്ങളോടല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്തും പറഞ്ഞാ തുടങ്ങിയത് രാവിലെ? അത് തന്നെ മോളെ, നമ്മിന്ന് തല്ലു പിടിക്കൂലെന്നല്ലേ പറഞ്ഞത്? തല്ലു പിടിക്കൂലെന്നാട്ട് ഒരു കാര്യം ചെയ്യാം, ഉണക്കമുളകെല്ലാം ഇട്ടിട്ട് വെക്കാം നമുക്ക്. എന്നാ നീ എന്തെങ്കിലും ആക്ക്. ഇതേ മീൻകാരൻ വരുന്നുണ്ട്, മീൻ മേടിക്കും. എന്നാ പിന്നെ മര്യാദക്ക് മീൻ മേടിക്കാൻ നോക്ക്. രാവിലെ തന്നെ തല്ലുപിടിക്കാൻ നോക്കുന്നു വീണ്ടും. ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ്. ശരിക്കും പറഞ്ഞാ മറ്റേ പട്ടിയുടെ പാല് 10000 കൊല്ലം കൊല്ലിടം നേരെയാവൂലെന്ന് പറഞ്ഞ പോലെ അമ്മായിയമ്മയും മരുമോളും ഒരിക്കലും നേരെയാവൂല അല്ലേ? എന്നാ മീൻ മേടിക്കട്ടെ ഗൈസ്. വന്നോ നിക്കട്ടെ. എന്താ ഉള്ളേ? അയലുണ്ട്, അയലുണ്ട്. ഇത് വെച്ചോ? നത്തല് വേണ്ട. അയില എന്താ അവസ്ഥ? മത്തിയാ നല്ലത്. പക്ഷെ മത്തി കുഞ്ഞു മത്തിയാന്നല്ല, വലിയ മത്തിയാ വേണ്ടത്. 1.5 കിലോ എന്നാ കുറച്ച് വാങ്ങുന്ന വലിയത് നോക്കിട്ട് കുറച്ച് മത്തിയാ. അയിലേ വാങ്ങിയാണോ? അതെ, വലുതെല്ലാം കണക്ക് തന്നെ. ഇതുള്ളതിൽ ചെറുത് നോക്കി എടുക്കുന്നതാന്ന് തോന്നുന്നല്ലേ? മോളെ അമ്മ പോണട്ടാ. എന്നാ മീൻ മുറുക്കി. ആയിക്കോട്ടെ. എല്ലാം എടുത്തോ, മറക്കണ്ട. എന്തായി നിന്റെ മീൻമുറി? അല്ലടി, മത്തി എങ്ങനെ ഇത് ഞണ്ട് ജമീനുമായി? ഇതല്ലേ മത്തി വേറെ ഉണ്ട്. ഞണ്ട് ജമീൻ ഇന്നലെ വാങ്ങിച്ചത്. അല്ല, മത്തി വാങ്ങിക്കണാണ് കണ്ടത്. ഞണ്ട് ജമീനും ഇവിടെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജില്. കൊള്ളാം. ഞണ്ട് ജമീന് ഫ്രിഡ്ജിൽ ഉണ്ടായിട്ടാണ് നീ പിന്നെ മത്തി വാങ്ങിയത്? മത്തി സ്പെഷ്യൽ ആയിട്ട് ആക്കാൻ. ഞണ്ട് ജമീൻ എപ്പോഴും ആക്കുന്ന പോലെ ആക്കേ. അതെ, ഞണ്ട് ജമീനും തേങ്ങ അരച്ചൊരു കറി വെക്കാന്ന് വിചാരിച്ച്. മത്തി നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. മത്തി കുറച്ച് ചെറുതായി പോയി. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം മത്തിയും കൊണ്ടാണ്. നിങ്ങളെല്ലാം ആക്കിയല്ലേന്ന് അറിയില്ല, നമ്മളെന്തായാലും ആക്കി നോക്കട്ടല്ലേ? കണ്ടിട്ട് ഇങ്ങനെ കൊതി തോന്നിപ്പോയ ഐറ്റാണ് അല്ലേ അത്? ഞാനാണെങ്കിൽ കുളിയെല്ലാം കഴിഞ്ഞിന്ന് രാവിലെ തന്നെ. എന്റെ മീൻ മുറിക്കാൻ മടിയാന്ന്. മഴ പെയ്യോലിന്ന്. ഞാൻ ഡെയിലി കുളിക്കുന്ന ആളാണ് കേട്ടാ. ഡെയിലി കുളിക്കാം. അല്ല, നമ്മളൊക്കെ പിന്നെ മാസത്തിൽ ഒരിക്കലാണല്ലോ കുളിക്കുന്നത്. ഒരു ദിവസം പോലെ പിന്നെ എപ്പോഴെങ്കിലും ഒരു ദിവസം കുളിക്കാതല്ലേ ഞാൻ ഡെയിലി കുളിക്കും. ഇപ്പൊ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ കുളിച്ചു, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നികിയുടെ മത്തി സ്പെഷ്യൽ. ഇന്ന് ഇവര് അമ്മായിയമ്മയും മരുമോളും ഭയങ്കര കട്ടൊക്കെ ഒരുമിച്ചാണ്. അമ്മ പോയി വരുമ്പോഴേക്കും ഇവള് സ്പെഷ്യൽ പോയി വരുമ്പോഴേക്കൊന്നും ആവൂല. ഇത് മുറിച്ചെല്ലാം എടുക്കുമ്പോഴേക്കും എത്ര സമയം? അമ്മ വേഗം വരും. ഇപ്പൊ ആവട്ടെ. അപ്പൊ നീ ഇതെല്ലാം മുറുക്കി ഞാൻ എന്തെങ്കിലും സഹായം ചെയ്ത് തരണോ? ചെമ്മീനെല്ലാം കിളിത്ത എന്താണ് ചെമ്മീൻ കിള്ളാൻ പറഞ്ഞിട്ട് നീ വേറെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ചെയ്താനെ ഗൈസ്. ചെമ്മീൻ കിള്ളാന്നെല്ലാം പറഞ്ഞു അത് വേണമെങ്കിൽ ചെയ്യാം.
അടിച്ചാട്ടെ ആ ചെയ് ആടി ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാ പിന്നെ ഗൈസ് എന്തിനാ അപ്പൊ ഇവിടെ എന്നാ പിന്നെ ഇതെല്ലാം സെറ്റ് ആക്കി എടുക്കട്ടെ ഗൈസ് എന്നിട്ട് നമുക്ക് കാണാം അല്ലേ എന്താ പറ അപ്പൊ ഉറന്നു പറഞ്ഞ ആ അതെല്ലാ പെണ്ണുങ്ങൾക്ക് ഉള്ളതാണ് ഈ പുറം ചൊറിച്ചില് ആ ഓക്കെ ശരി അവിടെ അല്ല കുറച്ച് താഴത്ത് ആ ഓക്കെ ശരി സ്നേഹുലേ സ്നേഹുലേ പുറം ചൊറിഞ്ഞിട്ടേ കുറച്ചും കൂടി നടുവിന്റെ അടുത്ത് പുറം ചൊറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യ സ്ഥലത്ത് മാന്തിയ സ്നേഹം ഉണ്ടെന്നാണ് എനിക്ക് എപ്പോഴും പറയാ അല്ലേ എനിക്ക് എനിക്ക് ഭയങ്കര സ്നേഹം അല്ലമ്മേ പോണതും കണ്ട് വരണതും കണ്ടല്ല അവിടെ കറണ്ട് ഇല്ല മോനെ പോയിട്ട് എന്ത് കഷ്ടാ നോക്ക് എന്നിട്ട് ഞാൻ അതൊക്കെ അവിടെ കൊടുത്തിട്ട് പോകും കറണ്ടില്ല പോലോടി ആദ്യമായിട്ട് അക്ഷയ പോയിട്ട് കറണ്ട് ഇല്ലാണ്ട് വന്നു 5 മണിക്കേ വരുവുള്ളൂ അപ്പൊ ഞാൻ അതുവരെ അവിടെ നിൽക്കണ്ടല്ലോ 5 മണി വരെ അവിടെ നിന്നിട്ട് വന്നാ പോരായിരുന്നില്ലേ പിന്നെ അതുകൊണ്ട് ഞാനിങ്ങനെ പോകുന്നു ഇവിടെ ഒന്നും ആയിട്ടില്ല ഇവിടെ നുള്ളിക്കൊണ്ടിരിക്കുന്നവള് അതെ മത്തി വൃത്തിയാക്കി ഇനിയിപ്പോ അതെ ചെമ്മീൻ നുള്ളി എടുക്കുന്നുണ്ട് ഞാൻ സഹായിച്ചു കൊടുത്തു കൊറേ മത്തി വൃത്തിയാക്കാൻ ഞാൻ കൊറേ സഹായിച്ചു ദൈവമേ അത് വീഡിയോ കാണുമ്പോ അറിയാല ഞാൻ സഹായിക്കണമെന്ന് വീഡിയോ കാണിക്കാറില്ല അങ്ങനെ എനിക്ക് അങ്ങനെ ആരെയും ഞാൻ എന്ത് ചെയ്താലും ആരും അറിയാതെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അത് നമുക്ക് നോക്കാം അല്ലാതെ ഇങ്ങനെ എല്ലാരും കാണിച്ച അതിന്റെ ഒരു പ്രശംസയൊന്നും എനിക്ക് വേണ്ട എന്റെ സ്വഭാവം അങ്ങനെയാണ് ആരും എന്ത് ഒരു കൈ അറിയാതെ മറുകൈ അറിയാതെ ചെയ്യണം അത്രയും നല്ല മുത്താ ഞാൻ ചെല്ലി 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 ഒരു കിഴങ്ങ് വറുത്തതിൽ അങ്ങനെ തുടങ്ങാം അല്ലേ അതല്ല അതിന്റെ ഒരു രസം ഒരു കിഴങ്ങ് വറുത്തത് അങ്ങ് എടുക്കുക എന്നിട്ട് ഇങ്ങനെ അടുത്ത് തിന്നുക അല്ല ഇത് എന്താ സംഭവം ഇത് മുട്ട ഉണ്ട് ആൾറെഡി ഞാൻ വിചാരിച്ച് പറഞ്ഞതിൽ തുടങ്ങിയതിലൊന്നും അല്ലേ ആദ്യം തുടങ്ങിയത് മത്തിയിൽ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞണ്ടും ചെമ്മീനും ഉണ്ട് മുട്ടയുണ്ട് നീ എന്താ നിന്റെ പ്ലാൻ എന്താണ് ചെമ്മീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞണ്ടും ചെമ്മീനും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ 2 പച്ചമുളകും തക്കാളിയെല്ലാം അരിഞ്ഞിടണം എന്നിട്ട് ഇത് തേങ്ങ അരച്ചൊരു കറി വെക്കും എന്നിട്ട് വേണം നമ്മളെ മത്തിന്റെ പരിപാടി തുടങ്ങാൻ വേണ്ടി നമ്മൾ പറഞ്ഞ മെയിൻ ഐറ്റം ഇതിപ്പോ എന്താ ഞണ്ടും ചെമ്മീനും കൂടി വെക്കുന്നതാണ് കേട്ടോ ഞണ്ടും ചെമ്മീനും നിങ്ങൾ വെക്കാറുണ്ടാണ് ഒരുമിച്ച് ഞണ്ടും ചെമ്മീനും ഒരുമിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ഇതില് മുളക് പൊടിയും മഞ്ഞപ്പൊടിയാ ലേശം പുളിയൂട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ലേശം കുടംപുളിയാ ഇവിടെ വാളംപുളി ചാണപ്പുളി വാളംപുളി സാമ്പാറിന്റെ പുളിയില്ലേ ആ പുളി ഇട്ട് പച്ചമുളക് ഇട്ട് അങ്ങ് പറ്റിക്കാൻ പോകുന്നു ഒന്ന് പറ്റി പറ്റി വരുമ്പോ തക്കാളി ഇടും എന്നിട്ട് ഇത് പറ്റി നല്ലോണം വരുമ്പോ അതിലേക്ക് തേങ്ങ അരച്ചിടും ഓക്കെ അപ്പൊ ഈ കറി വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്പെഷ്യൽ മത്തി അല്ലേ അപ്പൊ എന്തായാലും ഈ കറി വെക്കുന്നത് വെറുതെ കണ്ടേക്കാം ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നല്ലതുണ്ട് തേങ്ങ അരച്ച് വെക്കുന്നതല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം അത് നല്ല കറിയാണ് ഗൈസ് ഇത് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് നിങ്ങൾ ഇതുവരെ വീട്ടിൽ വെച്ചിട്ടില്ലെങ്കിൽ ഈ കറി വെച്ച് നോക്കോട്ടെ ഞണ്ടും ചെമ്മീനും നിർബന്ധമൊന്നുമില്ല ചെമ്മീനും വെക്കാം ഇതുപോലെ ഞണ്ട് മാത്രം വെക്കാം ഇനി ഞണ്ടും ചെമ്മീനും വെക്കാം ഇതെന്താ രാവിലത്തെ വെള്ളയപ്പത്തിന് അരച്ചതിന്റെ ബാക്കി ഉണ്ടായത് ഞാൻ ഇഡലിയിൽ മധുരം ഇട്ടിട്ട് ചെമ്പില് ഇഡലി തട്ടില് പോയി ഒഴിച്ചു അതാണ് സംഭവം തട്ടിപ്പോ പരിപാടിയാ കഴിച്ചു രാവിലെ സത്യം പറഞ്ഞ കാര്യമായിട്ടൊന്നുമില്ല വിളിയാക്കി തന്നെ ഈ തൊടലി നിന്നിട്ട് വിശപ്പ് മാറി ബാക്കി മാവുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഇങ്ങനെയാക്കി അപ്പൊ ഇത് നിങ്ങൾ ട്രൈ ചെയ്യണോട്ടെ ഈ കറി അടിപൊളിയാണേ ഇനി നമ്മുടെ വീട്ടില് സത്യം പറഞ്ഞ മാറ്റം വരുത്തണ്ട ഒരു വലിയൊരു മാറ്റം വരുത്തേണ്ട ഒരു ഏരിയയാണ് നമ്മുടെ കിച്ചൺ അല്ലേ നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടെടുത്തപ്പോ തൊട്ട് ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് റൂമും ബാൽക്കണിയും മുറ്റവും സൈഡൊക്കെ നമുക്ക് പൈസ ഉള്ളത് പോലെ നമുക്ക് കടം വാങ്ങി നമ്മൾ ഒരുപാട് എല്ലാം കൂടി ആ സമയത്ത് വീടെടുക്കുമ്പോ ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നോണ്ട് മനസ്സമാധാനമുണ്ട് പക്ഷെ പൈസ ഉണ്ടെങ്കിൽ എല്ലാം ഒറ്റടിക്കനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ പണിക്കാർ വരുമ്പോഴും അതിന്റെ പുറകെ നടന്ന് വീട് വൃത്തിയാവൂല അതൊരു കേസ് പക്ഷെ പൈസ ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതാണ് നല്ലത് നമ്മള് വീടെടുത്ത സമയത്തൊക്കെ എല്ലാരെയും പോലെ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത് അറിയാമല്ലോ നിങ്ങക്ക് അപ്പൊ ഇനിയിപ്പോ നമുക്കൊരു ചേഞ്ച് വരുത്തണ്ടെന്ന് പറഞ്ഞത് ഈ കിച്ചണാണ് ഒന്നുമില്ല സദാ ഒരു അടുക്കള ചെയ്തല്ലേ അന്ന് നമ്മൾ ഒരു 1500 രൂപ മറ്റേ വാങ്ങി വെച്ച ഒരു ഗ്യാസ് സ്റ്റവ് മാത്രം ഉണ്ട് ഈ അടുക്കളയിൽ ബാക്കിയൊക്കെ ഉടായ്പ പരിപാടിയാ ഇതൊന്നും അനങ്ങുന്നില്ല ഇപ്പൊ ഇതൊക്കെ സ്റ്റെക്കാ ഇതെല്ലാം കണ്ടതാ ഇതൊക്കെ നീക്കിയാലും അനങ്ങൂല എല്ലാം അങ്ങനെയുള്ളത് എല്ലാം പോയി ഈ മുകളിലത്തെ തൊടാത്തത് കൊണ്ട്
ഇങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷെ ഇതാണെങ്കിൽ ആകാശത്താണ്, കൈ എത്തൂല. അപ്പൊ ഈ അടുക്കളയിലാണ് ഇനിയൊരു മാറ്റം നമുക്ക് വേണ്ടത് അല്ലേ? കൊറേ ഒരു മാറ്റം ആരാ ആഗ്രഹിക്കാത്തതെന്ന് പറഞ്ഞ പോലെ അടുക്കള ഒന്നൊരു ചെറിയൊരു മോഡുലാർ കിച്ചൺ ആക്കണം എന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ മരിക്കാനായ കൊച്ചു കള്ളി ഒരു 19 വയസ്സ് വരെയൊക്കെ ഇരിക്കി. ഇന്ന് പെൻഷൻ പോലും ആയിട്ടില്ല, പിന്നെയാണെങ്കിൽ മരിക്കേണ്ട കാര്യം പറയണല്ലേ? പെൻഷൻ വാങ്ങി ഞങ്ങക്ക് അത് വേണം, അതുകൊണ്ട് വേണം ഞങ്ങൾ അടുക്കളയുടെ കടം തീർക്കാൻ അല്ലേ? അപ്പൊ നമ്മുടെ അടുക്കള ഒരു മാറ്റം വരുത്താൻ ഞാൻ ഉദ്ദേശിച്ചതേ, കുറച്ച് പ്ലാൻ ഞങ്ങളുടെ മൈൻഡിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ സജസ്റ്റ് ചെയ്യല്ലേ? സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ അടുപ്പ് അന്നേ പറഞ്ഞല്ല, ഈ അടുപ്പ് വെറുതെയാണ് നമ്മള് വെറുതെ അങ്ങനെ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പാല് കാച്ചതല്ലാതെ പിന്നെ തൊട്ടിട്ടില്ല. അതെ, ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് ഒരു അടുപ്പ് വെറുതെ കൂട്ടി തട്ടുമ്പോ തന്നെ പോയില്ല. ഇപ്പൊ അവിടെ അടുപ്പ് ആക്കിയിട്ടുണ്ട്, കത്തിക്കണ അടുപ്പ് നമ്മളെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പൊ ഇതിന്റെ ആവശ്യമില്ല, ഈ ബീം വേണ്ട, ഇതെല്ലാം ഈ വാള് അങ്ങോട്ട് പൊളിക്കണം. ഇതങ്ങ് പൊളിച്ചു കഴിഞ്ഞുമ്പോ ഇതിങ്ങനെ ഇത്രയും സ്ഥലം കിട്ടും. ഇപ്പൊ കണ്ടേ ഒരു മറ പോലെ ഇവിടെ നിൽക്കല്ലേ, അതിങ്ങനെ അതങ്ങ് പൊളിച്ചു കളയുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇവിടെ നമുക്കൊരു കൗണ്ടർ ടേബിൾ തുടങ്ങണം മറ്റേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഡൈനിങ് ഏരിയ അല്ലേ? ഈ ഡൈനിങ് ഏരിയൻ്റെ ഇവിടെ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു കൗണ്ടർ ടേബിൾ അല്ലേ പറയുന്നത് എനിക്ക് കഴിഞ്ഞാൽ? അങ്ങനെ ഒരു കൗണ്ടർ ടേബിള്. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ ഭക്ഷണം എടുത്തിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് എന്നാ കഴിച്ചോ എന്ന് പറയാം അല്ലെ? അല്ല ഞങ്ങൾക്ക് അവിടെ നിന്ന് ആയില്ലേ എന്ന് ചോദിക്കാം. അങ്ങനെ തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഈ ഫ്രിഡ്ജൊക്കെ ഇല്ലേ, ഇതെല്ലാം ഇവിടെ നിന്ന് മാറ്റിയിട്ട് ചെറുതായിട്ട് പിന്നെ ഇവിടെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ആക്കണം. പിന്നെ ഇതിങ്ങനെ ചുറ്റും ഇതിങ്ങനെ ഇത് മൊത്തം പൊളിക്കേണ്ടി വരും. കാരണം ഇത് കോൺക്രീറ്റ് ആണ്, ഇത് മാവൂല എന്ന് പറഞ്ഞവര്. ഇത് ഹൈറ്റ് ഒക്കെ മാറ്റമുണ്ട്. ഇത് മൊത്തം പൊട്ടിച്ചിട്ട് താഴെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ എല്ല് പോലെ ഇങ്ങനെ പോകണം. പിന്നെ നമ്മുടെ ഈ ബാത്റൂം ഇല്ലേ, ഇവിടുത്തെ ഈ വർക്ക് ഏരിയയിലുള്ള ബാത്റൂം, ഈ ബാത്റൂം അടക്കും. ഈ ബാത്റൂം ഒഴിവാക്കിയാണ് നമ്മള്. ഇവിടെ ഇങ്ങനെ മൊത്തം അടച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മേന്റെ റൂമിലുള്ള ബാത്റൂം ഇല്ലേ, അത് കുഞ്ഞു ബാത്റൂം അല്ലേ, ആ ബാത്റൂം ഈ സ്പേസും കൂടി ആ ബാത്റൂം വലുതാക്കിയിട്ട് ഇതിന്റെ കുറച്ച് സ്പേസും കൂടി ഇതിങ്ങനെ ചുമരാക്കും ഇവിടെ നിന്ന് കളഞ്ഞിട്ട്. എന്നിട്ട് ഇവിടെ ആണ് നമ്മുടെ ബാക്കി തട്ടുകളും കാര്യങ്ങളൊക്കെ വരിക. അങ്ങനെ അത് ലെവലാക്കും. പിന്നെ ഇത് ഇവിടെ ഈ ലെവലിൽ ഇതൊക്കെ അങ്ങനെ മൊത്തം പരിപാടിയുണ്ട്. ഈ വർക്ക് ഏരിയയും കൂടി ഈ അടുക്കളയിലേക്ക് കൂട്ടണം. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഈ ഡോറ് കണ്ട, ഈ ഡോർ ഇവിടെ കൊടുക്കൂല. ഈ ഡോർ എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ മാത്രം ഒറ്റൊരു ഡോറാക്കും, നല്ലൊരു ഡോറ് ഇത് മാത്രമാക്കും. ഈ ഡോറും കട്ടിലേക്ക് എടുത്ത് കളയും. എന്നിട്ട് അവിടെ മാത്രം ഒറ്റ ഡോറ്. അങ്ങനെ അപ്പം ഇവിടെ ഇങ്ങനെ വീതിക്ക് ഇത് മൊത്തത്തിൽ അടുക്കളയാവും. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. പക്ഷെ കുറച്ച് വലിയ പ്ലാൻ ആണത്, വലിയ ബഡ്ജറ്റും ആവും. അപ്പൊ ഞങ്ങള് തൽക്കാലം ആ പ്ലാൻ പെൻഡിങ് ആണ്. പക്ഷെ നമ്മള് ചെയ്യും അല്ലേ? ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. എല്ലാം ഒരു ശ്രമമാണല്ലോ. നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് നടത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മ അതിനുവേണ്ടി ശ്രമിക്കുകയും കൂടി ചെയ്താൽ അത് നടക്കും അല്ലെ? ആദ്യം വിചാരിച്ച അത്രയല്ല, വലിയ പൈസ ഒന്നും ആവൂലെന്ന് വിചാരിച്ച് ഒരു ഇന്റീരിയറിന്റെ ടീം വന്ന് അളവെല്ലാം എടുത്ത് അവര് ബഡ്ജറ്റ് തന്നപ്പോ ഞങ്ങള് ഞെട്ടി. നമ്മൾ ഈ അളവെല്ലാം എടുപ്പിച്ചിനെ ഒരു ഇന്റീരിയറിന്റെ ടീം വന്ന് അളവൊക്കെ എടുത്ത് ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു വരുമ്പോഴൊക്കെ അവര് 6 ലക്ഷം രൂപയായിട്ടാണ് ബഡ്ജറ്റ് പറഞ്ഞത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് ബഡ്ജറ്റ് എല്ലാം ഒതുങ്ങിയ രീതിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലേ? നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാ ഇപ്പൊ അല്ലേ? അപ്പൊ അതാണ് പരിപാടി. സിനിമയെന്ന് പൈസ ഇന്ദ്രേട്ടന്റെ സിനിമയുടെ ആരോ പറയണ്ടായിരുന്നു, മോൻ സിനിമയിൽ അഭിനയിക്കണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് പൈസ ഒക്കെ എന്താ പഞ്ഞെന്ന്. ഇന്ദ്രേട്ടന്റെ സിനിമ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് അഭിനയിക്കുന്നു. അങ്ങനെയല്ല, നമ്മള് പൈസ അതിൻ്റെതായിട്ടുള്ള ചെലവ് കാര്യങ്ങള് അങ്ങനെയുള്ള പേയ്മെന്റുകളൊക്കെ അവർ തരും. പിന്നെ നമ്മള് പിന്നെ അതിന്റെ പുറകെ നടക്കുമ്പോ അതിൻ്റെതായ ചെലവുകളില്ലേ, അതങ്ങനെ ആ ചെലവിൽ പോകും. അവര് പൈസ തരും, പക്ഷെ അതങ്ങനെ പോക്കുമ്പോ ചെലവുകളിലൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ പോകും. പിന്നെ നമുക്ക് നമ്മുടെ അതിനുള്ളതൊന്നുമില്ല. പിന്നെ അവൻ അഭിനയിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമ്മളൊരു സിനിമയിലൊരു ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. അന്നത്തെ പൈസയൊന്നും അല്ല നമ്മൾ നോക്കുന്നത്, പൈസക്കല്ല മൂല്യം, ആ കിട്ടുന്ന ഒരു അവസരത്തിനാണ് ഏറ്റവും വലിയ മൂല്യം. അപ്പൊ അങ്ങനെയാണ്. ഇവിടെ എന്തായി ഇത്? ഇതിങ്ങനെ തിളക്കുന്നുണ്ട്. വെഞ്ചല്ലേ മകളെ, കറി എന്തായി?
തക്കാളി ഇടട്ടെ? തക്കാളി ഇട്ടോ. അപ്പൊ ഗൈസ് സഹായിക്കുന്നുണ്ട് കേട്ടോ. കണ്ടത് തക്കാളിയിൽ ഇടുന്നത് എന്റെ കാര്യങ്ങളാണ്. ഇതിലേക്ക് തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുക. ഈ കാര്യങ്ങൾ ഉണ്ടാക്കണേ തീർച്ചയായിട്ടും. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാം ആക്കുന്നതായിരിക്കും. ആക്കിയിട്ടില്ലെങ്കിൽ ആക്കണം. ഇതങ്ങ് മാറ്റി വെക്കടി. ഇന്ന് മതിയായില്ല എനിക്ക് സെറ്റ് ആയിത്തരാ. അതെ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇളക്കണം. അപ്പം ഞണ്ടും ചെമ്മീനും പറ്റി ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ അതിലേക്ക് ഈ തക്കാളി കൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലിങ് വരും. ഞണ്ടിൻ്റെയും ചെമ്മീൻ്റെ എല്ലാം കൂടി ചേർന്നിട്ട് കണ്ടോ അടിപൊളി. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് മൂടി അങ്ങോട്ട് വെക്കുക. അങ്ങോട്ട് സെറ്റാവട്ടെ. അവിടെ ഇരിക്കട്ടെ. തക്കാളി വെറുതെ ഇങ്ങനെ ഇട്ടാ പോരാന്നാണ് എനിക്ക് പറയുന്നത്. ഇതിങ്ങനെ ഒടച്ചൊടച്ച് കൊടുക്കണമെന്ന് മനസ്സിലായി. എന്നാലാണ് അതിന്റെ ഒരു രുചി ഉണ്ടാവണമെന്ന് പറയുന്നത് അല്ലേ? ആ ഇവിടെ തേങ്ങയെല്ലാം അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടാ തേങ്ങ അരച്ചുകൂടെ സെറ്റാണ്. പിന്നെ നമ്മുടെ മത്തി സ്പെഷ്യൽ ഐറ്റത്തിനുള്ള മത്തി ഇവിടെ റെഡിയാണ്. മത്തി ഇവിടെ ഇരിക്കട്ടെ. തേങ്ങ ഇട്ടോ. തക്കാളി ഒന്ന് നല്ലോണം ഉടയട്ടെ. എന്താമേ ഇത്? ആ ഇത് മതി. ഓക്കെ സെറ്റാ. ഇത് മത്തിക്കല്ലേ? മത്തിക്കാണെങ്കിൽ ഇത് പോരാ. ഇത് പോരാ. എന്തെങ്കിലും ഒന്ന് പറ. ഇത് മതിയാവും. അമ്മ വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി ഇത് മതിയാവും. പക്ഷെ ചുമന്നുള്ളി ഒരു മതിയാവും. ഇല്ല അമ്മ ഒരഞ്ചാറെണ്ണം കൂടി എടുക്കാം. ഒരഞ്ചാറെണ്ണം എടുത്തോ. ഇതിലും കൂടി അഞ്ചാറെണ്ണം എടുത്തോ. കറക്റ്റ് ആയിരിക്കും. പച്ചവെള്ളം ഒഴിക്കലേ. പിന്നെ കറി ഈ കറി പോയി. എടി ബെഗിഡേ, നീ ഇടയ്ക്ക് കറി വെക്കുമ്പോ ഞാൻ പറയാറില്ലേ പച്ചവെള്ളം തെളിഞ്ഞ് കിടക്കുന്നതെന്ന്. നീ ഇപ്പൊ ഒഴിച്ചാൽ വെള്ളമില്ലേ അത് ചേരൂല. ഒരു കറിയായിട്ടും ചേരൂല. അരപ്പായിട്ടും ചേരൂല. ഈ കറിയായിട്ടും ചേരില്ല. നീ കറി കൊണ്ട് വെച്ച് കഴിയുമ്പോ ആ പച്ചവെള്ളം നീ അനക്കാണ്ട് വെറുതെ വെക്കുക. കറി ആ പച്ചവെള്ളം വേറെ തന്നെ കിടക്കും. എടി ഒന്നില്ലെങ്കിൽ വെള്ളം ആദ്യം കൂട്ടി വെക്കുക. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് ശരിക്ക്. ഗൈസ് നമ്മളില്ലേ ചൂടായി നിൽക്കുന്ന കറിയിൽ ഞാൻ ഭയങ്കര കുക്കായിട്ട് പറയുന്നല്ല. നമ്മൾ ചൂടായി തിളച്ച വറ്റിയ വെള്ളം അതിനകത്ത് വീണ്ടും പച്ചവെള്ളം കോരി വെച്ചാൽ ആ കറിയുടെ ടേസ്റ്റ് പോകും. അത് ചെയ്യരുത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ അത്രക്ക് നിർബന്ധമാണെങ്കിൽ പിന്നെ ചൂടുവെള്ളം ആക്കിയിട്ട് ലേശം ഒഴിക്കുക. അത് നീ ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു തരും. നിങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ആ പോയി. ഞാൻ കറി ഒന്നിനും കൊള്ളൂല. അത് ഇതിനകത്ത് ഒഴിച്ചു തോന്നി വെള്ളം. അല്ലെ ഇതിനകത്ത് അരപ്പിലും കഴുകി ഒഴിച്ചു വെള്ളം. അരപ്പിലും കഴുകി ഒഴിക്കരുത് വെള്ളം. വെള്ളം ഒഴിച്ചാൽ കറി ശരിക്കും അരപ്പ് മിക്സായി കറി നിക്കണം. എന്നാലാണ് കട്ടക്കുറുക്കാണ്. എന്നാൽ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂട്ടി വെക്കണമായിരുന്നു ആദ്യം. നിങ്ങൾ ഒഴിക്കാൻ രണ്ടാമത് ഒഴിക്കണതിൽ നല്ലത് നിങ്ങൾ ഇത് വെച്ചപ്പോ വെള്ളം കൂട്ടി വെച്ചാ പോരെ. അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ വെക്കണോണ്ടാണ് തെളിഞ്ഞിറക്കണത്. ഈ ആദ്യം വെള്ളം വെക്കുമ്പോ അതിന് കണക്കായിട്ടുള്ള വെള്ളം വെക്കുക. പിന്നെ രണ്ടാമത് വെള്ളം ഒഴിക്കൽ ഒഴിവാക്കുക. സത്യം തെറ്റ് എന്റെ ഭാഗത്താ. ആ മത്തി മാത്രം ആക്കിയാ മതിയായിരുന്നു. കാരണം ഇത് നമ്മളെ ഇന്നത്തെ പ്ലാനിങ്ങില് ഉണ്ടായിട്ടില്ല. ഈ ചെമ്മീനും ഇത് ഞാൻ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോവാൻ ചെമ്മീൻ പൊരിച്ചു കൊടുത്താൽ ഇറ്റൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഞണ്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ വെച്ചതാണ്. നിന്റെ ഇഷ്ടത്തിന് വെച്ചതായാലും നന്നാവാനല്ലേ പറയുന്നത്. ഒരാൾക്കാരോട് നല്ല കാര്യം പറയാ അത് ആക്സെപ്റ്റ് ചെയ്യണം. അതാണ് എനിക്ക് വേണ്ടത്. ചെയ്തല്ലോ. പിന്നെ അല്ലാണ്ട് നീ തർക്കുത്തരം പറയുന്നു. പിന്നെ തർക്കുത്തരം പറഞ്ഞിട്ടില്ലല്ലോ. തെറ്റ് എന്റെ ഭാഗത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനിയെങ്കിലും ഞാൻ കരപ്പിടാൻ പറ്റുമോ? നീ എന്തെങ്കിലും ഇവിടെ എന്നിട്ടാലും പോയാൽ കറി അരപ്പിട്ട് ഗൈസ് അരപ്പിട്ട്. ഇനി അരപ്പ കഴുകി ഒഴിക്കണ്ടെന്നാ പറയുന്ന വെള്ളം. എന്റെ അഭിപ്രായത്തില് വെള്ളം ആദ്യം ഒഴിക്കണമായിരുന്നല്ലോ. വെള്ളം പച്ചവെള്ളം ഇനി ഇങ്ങനെ ഒഴിച്ചു കൂട്ടരുത് രണ്ടാമത് കറിക്കകത്ത്. പിന്നെ എന്തിനാ നിങ്ങൾ തിളപ്പിക്കുന്നത്? എന്നാ പിന്നെ നിങ്ങൾ ചൂടുവെള്ളം ആക്കണ എന്തിനാ? ഇതെനിക്കെന്നാ കഴുകി വെക്കാലല്ലേ. എന്തെങ്കിലും ആക്കിട്ടില്ല. ചെമ്മീൻ കറിന്റെ പരിപാടി തീർന്നിട്ട് നമുക്ക് മത്തിന്റെ പരിപാടി വരാല്ലേ. അതെ. അപ്പം ഇതാ ചെമ്മീനൊന്ന് ഇതാ കട്ട കുറുക്കായോപ്പേ. നല്ലോണം കുറുക്കാക്കിയല്ലോ നീ. എന്റെ കറി മാറ്റിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചു. അതെയാ മതി. എന്റെ കറി മാറ്റിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ അത് കഴിച്ചിട്ട് കാര്യമില്ല. ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറി കഴിച്ചിട്ട് കാര്യമില്ല. അത് അമ്മയും പറയുന്നുണ്ടായിരുന്നല്ല. എന്റെ മനസ്സിൽ നല്ല മനസ്സാണ്. ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ കടുക് പൊട്ടിച്ചാൽ പിന്നെ കടുക് കിട്ടുമോ?
ശരിയാ. പിന്നെ എന്താ 2-3 പാത്രം കഴുകാനാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ പണിയെടുത്തത്. കടുക് പൊട്ടിക്കായിരുന്നാ പോലെ. അത് ശരിയാണല്ലേ. ശബ്ദം മാത്രം വേണമെങ്കിൽ ഞാൻ ഫോണിൽ വെച്ചുതരാം കടുക് പൊട്ടിക്കാനുണ്ട്. മനസ്സമാധാനത്തിന് വേണ്ടിട്ട്. നീ ഉള്ളിയെല്ലാം താളിക്കുമ്പോ ഞാൻ ഇപ്പുറത്ത് സ്പീക്കറിൽ സൗണ്ട് വെച്ചിരിക്കാം കടുക് പൊട്ടുന്നത്. കടുക് പൊട്ടിട്ട് ഇവിടെ മൊത്തം കടുക കണ്ടില്ല. കടുകില്ല. ചൂടുവെള്ളം ഒഴിക്കട്ടെ? വേണ്ട, എനിക്കുള്ളത് മാറ്റി വെച്ചേക്ക്. ഈ കട്ടക്കുറുക്ക് കറിയോ എങ്ങനെ കൂട്ടും? വേണ്ട, അതിന് ചൂടുവെള്ളം ഒഴിക്കുന്നുള്ളത് കളയുന്ന മതി. ഈ കറിയിൽ ചൂടുവെള്ളം ഒഴിക്കാൻ പോയി നമുക്ക് ഉച്ചക്ക് ഇങ്ങനെ കൂട്ടാം, എന്നിട്ട് വൈകുന്നേരം നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം. എന്തെങ്കിലും എനിക്കുള്ളത് മാത്രം മാറ്റാനാ പറ്റുള്ളൂ. നിങ്ങൾക്കെല്ലാം മാറ്റി ചൂടുവെള്ളം ഒഴിച്ച് കൂട്ടിക്കോ. എനിക്ക് കട്ടക്കറി എനിക്ക് കട്ടക്കറി ഇഷ്ടമായിട്ടൊന്നല്ല, അത് നേരത്തെ കൂട്ടി ചെയ്യണമായിരുന്നു വെള്ളത്തിന്റെ അളവല്ല. അല്ലാണ്ട് പച്ചവെള്ളം കോരി വെച്ച് കറി വെക്കാൻ വിചാരിച്ച് നടക്കണ കേസല്ല. ഞാനിപ്പോ ഉണ്ടായോണ്ട് പിടിക്കപ്പെട്ടു. എടി എന്റെ കൈ പൊള്ളിയാലിപ്പോ ഗ്യാസ് അത് ഓഫാക്കിയിട്ടില്ല ഞാൻ. താളിച്ചു കുറുങ്ങിയ കറിയിൽ ലേശം വെള്ളം ചൂടാക്കി വെക്കട്ടെ. എടിയെ ഞാൻ പറഞ്ഞില്ല, ഒരു കുറച്ചൊരു കറി അതിന് ഒരു കോപ്പയിൽ മാറ്റിയിട്ട് നീ ചൂടാക്കി ഒഴിക്കുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാത്ത. അത് ഒരു ലേശം കറി. ഞാൻ പറയുന്നത് ഇതൊന്ന് കഴുകിയിട്ട്. അല്ല, ഞാൻ പറഞ്ഞ എനിക്കൊരു കോപ്പക്കാരന്റെ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഒരു കുഞ്ഞു കോപ്പയിൽ ഒരു കറി മാറ്റിട്ട് നീ ചൂടാക്കി ഒഴിക്കും. ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല. അതാ നിന്റെ വിചാരം ഞാൻ ഒഴിക്കണ്ടെന്ന് പറയണെന്നാണ് ഇപ്പോഴും. നീ അത് മനസ്സിലാക്കാതെ ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു കുഞ്ഞു കോപ്പയിൽ മാറ്റിയിട്ട് ഒരു എന്റെ കോപ്പയും കാണാനിലൂടെ എവിടെ ഒരു കുഞ്ഞു കോപ്പ എടുത്ത നീ. അത് കട്ടക്കലങ്ങിയിട്ടുള്ള എനിക്ക് മാത്രമേ അത് മാറ്റി വെക്കാൻ. അപ്പൊ എന്തേ നീ വെള്ളം ഒഴിച്ചു ആയിക്കോട്ടെ. നിനക്ക് കറി കുറച്ച് കൂടുതലാക്കിയാ പോരെ. ഇത് സാധനങ്ങള് ഗൈസ്, ഞാൻ എന്റെ കറി മാത്രം ഇവളെ കൊണ്ട് കോപ്പയിൽ എടുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തിനാ ഇതിൽ വെള്ളം ഒഴിക്കണം? കോപ്പക്ക് ഇത്ര നിർബന്ധം? കോപ്പക്ക് കോപ്പയില്ലേ? ഇനി അത് അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് നീ ഇതിനകത്ത് വെള്ളം ഒഴിക്കേ, നീ ഇത് കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ കളയേ, എന്തെങ്കിലും ചെയ്യ്. നീ ആയി നിന്റെ പാടായി. അതിൽ കൊറേ അരപ്പും കോരി ഒഴിച്ച് എന്നാ കുറച്ച് അരപ്പ് ഒഴിച്ചാ പോരെ. ഇതിന് അത്ര പാടരപ്പൊഴിച്ചേ. ഇനി വെള്ളം ഒഴിക്കുക, വെള്ളം ഒഴിക്കുക, എന്തെങ്കിലും ചെയ്യും. എന്റെ കാര്യം മാറ്റി വെച്ചിട്ടില്ലേ? അത് തൊടരുതേ, അത് തൊട്ട് വരുത്. പറഞ്ഞില്ല വേണ്ട. അതിൽ വെച്ചാൽ നിന്റെ കറിന്ന് മൊത്തം കൊളാവും. പറഞ്ഞില്ല വേണ്ടേ. അതൊക്കെ പോട്ടെ, മത്തി പിടിക്കുവാ. അടുത്ത നമുക്ക് മത്തി കൊളാക്കാം. കഞ്ഞാണ്ടിന്റെ മീനും കൊളാക്കി മത്തി കൊളാക്കാവാ. ഇത് ഈ വീഡിയോ എടുക്കുമ്പോ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പ്രശ്നം. ഇതാ എനിക്കില്ലേ ഒരു പണിയെടുക്കുമ്പോ ഇല്ലേ ഇങ്ങനെ നമുക്ക് കോൺസെൻട്രേഷൻ വേണം. നമുക്ക് ഇങ്ങനെ നമ്മുടെ ആ ഒരു ഇത് വേണം നമുക്ക്. ഇതിങ്ങനെ കിടന്ന് ബല ഇളക്കി മനുഷ്യന്മാരെ ഉള്ള കോൺസെൻട്രേഷനും പോകും. ഗൈസ്, ഇപ്പൊ ഞാൻ അത് ഇളക്കിയോണ്ടായി ഇപ്പൊ കോൺസെൻട്രേഷൻ പോയത്. ഇവിടെ ഈ കറി എപ്പ കൊണ്ടുവച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ കാണാറുണ്ട് അരപ്പും കറിയൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടാവും, വെള്ളാടി ഇങ്ങനെ ഉറിയിപ്പുണ്ടാവും. ഇതാണ് ഉണ്ടാവും. ഇപ്പൊ ഇനി അത് കൈയോടെ കണ്ടുപിടിച്ച് ഇതാണ് ഈ കറി കൊളാവണേന്ന് ഞാൻ അപ്പൊ പറയും. ഇപ്പൊ മനസ്സിലായി. എന്റെ മരണം വരെ ഒപ്പ പറഞ്ഞോണ്ടിരിക്കും, ഓപ്പിയും ചാകുന്നവരെ ഒപ്പ പറഞ്ഞോണ്ടിരിക്കും ഈ കാര്യം. സത്യം. നീ എന്തായാലും പഠിച്ച് ഇന്നോട് കറി വെക്കാൻ പഠിച്ച്. ഇനി എന്താ വേണ്ട വെച്ചാൽ ആ ഞണ്ടും ചെമ്മീനും പറ്റിക്കുമ്പോ കുറച്ച് വെള്ളം കൂടുതൽ വെക്കുക, അരപ്പ് കണക്കായിട്ട് ഒഴിക്കുക, അതിലേക്ക് അരപ്പിട്ട് ഇറക്കിയ കറി അടിപൊളിയായിരിക്കും. അല്ലാണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് വെള്ളം ഇതുപോലെ ചൂടാക്കി ഒഴിച്ചാൽ ആ കറിക്ക് രുചി ഉണ്ടാവും. നീ ഒഴിക്കുന്നല്ലേ കറി പോയിട്ട് നിന്റെ കറി ടൈറ്റ് ആയി എന്നും പറഞ്ഞിട്ട്. എനിക്ക് വേണ്ടി ഒഴിക്കുന്നയാ, നീ എല്ലാം ഒഴിപ്പിക്കുന്ന അത്ര ടൈറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. എനിക്കല്ല ഒഴിക്കേണ്ടത്. അത് എനിക്ക് മാറ്റി വെച്ചത് എനിക്ക് ആ കറി അങ്ങനെ മതി. അതുകൊണ്ട് ഈ കുറുകിയ കറി നിങ്ങൾക്ക് ഇനി വൈകുന്നേരമൊക്കെ വേണ്ടേ, എടുത്ത് കഴിച്ചോ. നിങ്ങൾ വെള്ളം കൂട്ടിക്കോ, അതിനകത്ത് സെറ്റാക്കി കേട്ടാ. ഒഴിക്കട്ടെ കേസ് വെള്ളം ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം. ഒരു നാള് നന്നല്ല പൊങ്ങച്ചോ. വെള്ളം ചേർത്ത് കൈസ്, വെള്ളം ചേർത്ത് കറിയായി മാറി. ഇപ്പൊ ഒരു കുഴപ്പമുണ്ടാവൂല. നീ ഇളക്കി വെക്കുമ്പോ എന്നൊരു കുഴപ്പമുണ്ടാവില്ല. നീ കുറച്ചു നേരം ഇളക്കാണ്ട് ഒരു കറിപ്പാത്രത്തിൽ എടുത്താ അറിയാം അതിന്റെ സ്വഭാവം. നീ ചേർത്ത വെള്ളം വേറെ കിടക്കും, കറി വേറെ തെളിഞ്ഞ് അതിനകത്ത് പച്ചവെള്ളം മാത്രം വരും കേട്ടോ. ഇട്ടോ അല്ല ഇട്ടോ, ഭാഗ്യത്തിന് എന്റെതെല്ലാം മാറ്റി വെച്ചോ. വെള്ളം ഒപ്പ എന്താ ചിട്ടോ ചേർത്തോ. അപ്പൊ ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടാ, മത്തി സ്പെഷ്യൽ. അപ്പം ഇതിനായി വേണ്ട സാധന സാമഗ്രികൾ എന്ന് പറഞ്ഞാൽ കഴുകി വെച്ച മത്തി. അതെ, വരയണം കേട്ടാ. അത് ഞാനിനി ഒറ്റ തവണ വരിഞ്ഞ് കൈ ചിറ്റിയാക്കിയാൽ മതി. വെളിച്ചെണ്ണ,
കാശ്മീരി മുളക് പൊടി, പിന്നെ ചില്ലി ഫ്ലേക്സ്, അതെ ഉണക്കമുളക് പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി അല്ല ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത്, കറിവേപ്പില, പിന്നെ നമ്മുടെ ചാണപ്പുളി വെള്ളത്തിലിട്ടത്, അതിന്റെ വെള്ളം. അതെ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇതിലേക്ക് വേണ്ടിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു രൂപരേഖ കിട്ടിയിട്ടുണ്ടാവും. എന്താണ് വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒഴിക്കുക. അപ്പൊ നിങ്ങൾ പറയും അയ്യോ നീക്ക് ഗ്യാസ് കത്തിച്ചിട്ടില്ലല്ലോ. ഗ്യാസ് കത്തിക്കാതെ വെളിച്ചെണ്ണ ഒഴിക്കുക. അതെ, മതി അടിഞ്ഞിക്ക്. കുറച്ച് കൂടുതൽ വേണ്ടേ? കുറച്ച് എന്താ വിലന്നറിയാ. മതി. ടാക്സ് കുറച്ചുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. 380 നീ പൊടി ഇടുമ്പില്ലേ മിക്സ് ആയി പോവതാണ് ഞാൻ പറഞ്ഞു. മറ്റേതുപോലെ അല്ല. നീ ഇട്ടോക്ക്. മുളക് പൊടി ആദ്യം മുളക് പൊടി ഇടുക. പറയണേ, എനിക്കറിയില്ല. കുറച്ച് കൂടുതൽ മുളക് പൊടി വേണം ഇതിന്. ഇനി ആവശ്യം മഞ്ഞപ്പൊടി. അപ്പൊ ഇത് ഈ വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. ചോദ്യം വന്ന് കത്തിച്ചില്ല, മറന്നുപോയി. കത്തിക്കാൻ പാടില്ല. വെളിച്ചെണ്ണയിൽ മുളക് മന്തി ആക്കണ പോലെ ഇതും ലേശം ഉപ്പൂട്ടാലേ എനിക്കുള്ള ചോറിന്റെ കറിയായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റാണ് ഇത്. മുളക് മന്തി. ഇത് പൊരിക്കാൻ ഇത്ര വെളിച്ചെണ്ണ മതിയാവൂലേ? ഓ, ധാരാളാണ്. ഇത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഇത് ഓപ്പന്റെ സ്പെഷ്യൽ ഐറ്റാണ്. എന്റെ സ്പെഷ്യൽ ഒന്നല്ല, വീഡിയോ കണ്ടിട്ടാക്കിയതാണ്. വീഡിയോ കണ്ടിട്ട് നമ്മൾ അതെ ആക്കാന്ന് പറഞ്ഞത് ഓപ്പയല്ലേ? അതുകൊണ്ട് ഓപ്പനെല്ലാം പറഞ്ഞ ഇത് കത്തിക്കണം. ഇനി അമ്മേ തീ കുറച്ച് വെച്ച് കത്തിക്കണം അല്ലേ? തീ വളരെ കുറച്ച് കത്തിക്കാം. എന്നിട്ട് ഇനി എന്താ ഇടണ്ടേ? കത്തിച്ചതൊന്ന് ചൂടായി വരട്ടെ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ചെറിയ ഫ്ലെയിമിൽ ഇത് ഇതാവണം, അല്ലെങ്കിൽ മുളക് മൊത്താട് കരിഞ്ഞു പോകും. ആശാൻ ഇവിടെ ഉണ്ട്. ആശാൻ ഇവിടെ ഇരുമുണ്ട്. ഇതെങ്ങാനും കൊളായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ചെമ്മീന്റെ ഓപ്പ എന്റെ തലയിലിട്ടില്ലേ? 2 ചെമ്മീൻ നീ കൊളാക്കില്ലേ? ഞാൻ കൊളാക്കാം. മൂത്തനാ ചൂടായ മതിയാവൂലേ? ചെറുതായിട്ട് വെളിച്ചെണ്ണ ചൂടാവണം. ചൂടായില്ല. ഏത്? ഓ, എനിക്ക് അങ്ങനത്തെ മരുന്നൊന്നും കുടിക്കുന്ന ഇഷ്ടല്ല. ഇനി ആയെങ്കിൽ അതിട്ടോ വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ചിട്ടോ. വെളുത്തുള്ളി ഇഞ്ചി അല്ല, വെളുത്തുള്ളി ചുവന്നുള്ളി ചെറിയ ഉള്ളി ഇതിടുന്നേ. ഇനി ഇതാ നമ്മുടെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചെറിയ ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കുക. കൂടുതലാണോ? അങ്ങോട്ട് കൊടുക്കുക. അതും ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്നങ്ങോട്ട് ഇതാവട്ടെ. അതിന്റെ പച്ചമണം പോയി കഴിയുമ്പോൾ നമ്മുടെ ഇതിട്ടോ കറിവേപ്പിലിട്ടോ. വാടിയിട്ട് നല്ലൊരു മണമെല്ലാം വരുന്നുണ്ട്. നമ്മുടെ ഇട്ടോ ഫുള്ളായിട്ട് വേണ്ടട്ടോ, നല്ല എരിവായി പോകുന്നത്. മാത്രം മതി. ഉണക്കമുളക് പൊടിച്ചത് കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ ഒരു ഓറഞ്ച് ആയിട്ട് അമ്മ ഇങ്ങനെ വരും. അപ്പൊ ഈ ഓറഞ്ച് ഇങ്ങനെ വരാൻ എടുത്തിട്ട് ഇങ്ങനെ തിന്നുക. അതെ, വിശപ്പിന് ആശ്വാസം കിട്ടും. ഇനി ഇതിലേക്ക് കറിവേപ്പില. കറിവേപ്പിലെല്ലാം വാടിപ്പോയി കേട്ടോ. കറിവേപ്പില കുറേ ആയി കണ്ടത്. ഇപ്പൊ നല്ല വേപ്പിലയും നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളി എല്ലാം ഈ മുളകി കിടന്നിട്ട് അങ്ങോട്ട് ചെറുതായിട്ട് അങ്ങോട്ട് മൂത്ത് വന്നിട്ടുണ്ട് അല്ലേ? ഇനി ഇപ്പൊ നമുക്ക് നമ്മുടെ പുളി ഈ പുളി വെള്ളം അങ്ങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ അതെ, നമ്മുടെ പുളി വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മതി. ഓക്കെ, റെഡി. ഇതിപ്പോ നല്ല എരിവും പുളിയും എല്ലാം കൂടി നല്ല അടിപൊളിയായിരിക്കും. ഉപ്പ് നീ ഇടണം. ഇപ്പം നല്ലോണം കളക്കി കൊടുക്കുക. ഇനിയാണ് ഉപ്പിടേണ്ടത്. ഉപ്പെടുത്തോ. ഉപ്പ് പുളി ഇട്ടതിന് ശേഷം ഇടുന്നതാണ് നല്ലത്. അപ്പൊ കറക്റ്റ് നോക്കിയിടാം. ഇനി ഉപ്പ് ഇതങ്ങോട്ട് ഇളക്കിയിട്ട് ഉപ്പ് നോക്കിയാ സംഭവം കറക്റ്റ് ആയിരിക്കും. നല്ലൊരു മസാല ആയില്ല നോക്കി. ഇപ്പം
ഇത് നിങ്ങളാക്കി കഴിച്ചിട്ടുണ്ടാവും. ആക്കാത്തവരുണ്ടെങ്കിൽ നമ്മളിത് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം അല്ലേ? കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇതുവരെ നമ്മളിത് ആക്കിയിട്ടില്ല. ഇങ്ങനെ ആക്കി കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ആക്കി നോക്കണം. അപ്പൊ ഇനിയിപ്പോ ഇതേ നമ്മുടെ മത്തി ഇങ്ങനെ അങ്ങോട്ട് വരയിടുന്നുണ്ട്. മതി, അധികം വരയിടണ്ട, പൊടിഞ്ഞു പോകും. 2 വര ഇട്ടാൽ മതി. അപ്പൊ അത് ഈ മത്തി ഇതിലേക്ക് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഓ, ഈ മസാലക്കകത്ത് കിടന്നിട്ട് ഈ മത്തി അങ്ങോട്ട് വേവും വേണ്ടല്ലോ, കിട്ടില്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു പറ്റിച്ച വെച്ച മത്തിന്റെ ഒക്കെ പൊരിച്ചതും പറ്റിച്ചതൊക്കെ ആയിട്ടുള്ള ഒരു മിക്സിങ് രുചിയായിരിക്കും എന്നാണ് അനുഭവസ്ഥര് പറഞ്ഞറിഞ്ഞത്. അപ്പൊ നമ്മളെന്തായാലും ഒന്ന് അറിഞ്ഞു നോക്കട്ടെ അല്ലെ? എനിക്ക് കാണാനൊക്കെ നല്ല ചന്തമുണ്ട്. ആ മസാലയും എല്ലാം കൂടി ആവുമ്പോ നല്ലൊരു മസാല കുറച്ച് കൂടുതലാണ്. എന്റെ ഇവിടെ ഈ മത്തി പോരാന്ന് തോന്നുന്നു. നീ ഇങ്ങോട്ട് എന്താ വെക്കാത്ത? പിന്നെന്ത് കൊറേ സ്ഥലം ഇപ്പുറണ്ടായിട്ട് അപ്പുറമെല്ലാം കൊണ്ടുവെക്കുന്നു നീ. ആ മതി, എന്തായാലും ഇങ്ങനെ വെക്കാൻ സ്ഥലമില്ലല്ലോ മത്തി കഴിഞ്ഞ്. വേണ്ട, ഇതിങ്ങനെ അങ്ങോട്ട് തിളക്കുമ്പില്ലേ, നല്ല വായിലിങ്ങനെ കൊതിയാവുന്ന തരത്തിലുള്ള ആ ഒരു മണമൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഒന്ന് മറിച്ച് നോക്കിയാലോ നമുക്ക്? ജസ്റ്റ് നടുക്കത്തതെല്ലാം നോക്കും. നടുക്കത്തത് ചിലപ്പോ കൂടുതലായിട്ട് വേവാൻ സാധ്യതയുണ്ട്. അടി ഇതങ്ങനെ മുളക് ഇതുള്ളതുകൊണ്ടേ നമ്മള് ശ്രദ്ധിക്കണം എപ്പോഴും, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. ഒന്നായിട്ടില്ല. അങ്ങനെ മൊരിയൂല. ഇതേ വിചാരിച്ചോളൂ അങ്ങനെ മൊരിയല്ല ചെയ്യ. നമ്മളൊരു വറ്റിച്ച ഒരു വേവലും മൊരിയലും എല്ലാം കൂടി മിക്സിംഗ് ആണ്. സങ്കരയിനമാണ്, സങ്കരയിനം പരിപാടിയാണ്. മനസ്സിലായോ? വേവാനുണ്ട്, വേവട്ടെ, കുഴപ്പമില്ല. ഓപ്പൊ കൊറച്ചേരം അവിടെ ഒന്ന് അടങ്ങിയിരിക്ക്, അതാവട്ടെ. ഇത് നല്ല വൃത്തിക്ക് എടുക്കുക എന്നുള്ളത് എന്റെ ഒരു ക്രെഡിബിലിറ്റിയാണ്. എന്റെ നേരത്തെ നശിപ്പിച്ചില്ലേ, അതുപോലെ എനിക്കൊരു കോട്ടം തട്ടാൻ പാടില്ല. ഇത് വളരെ വൃത്തിക്ക് എടുത്ത് നിങ്ങളെ കാണിക്കണം. എനിക്ക് നോക്ക് മറിച്ചിടാനായോന്ന്. മറിച്ചിട്ട് മസാല അങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്റെ നല്ല ടേസ്റ്റ്. നീ ടേസ്റ്റ് ചെയ്തില്ലേ എന്ന് പറയുന്നത്? അടിപൊളി ടേസ്റ്റാ മസാല. അയ്യോ, നമ്മൾ ലേശം മസാല എടുത്തൊന്നും ഇങ്ങനെ ഇതുമായത് ഈ കയ്യിലുമായ സാധനമില്ലേ, ഒന്നിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. നല്ല രുചിയുണ്ട് അല്ലേ? ഞാൻ പൊക്കി അടിക്കുന്നല്ല കുറെ അങ്ങനെ ഇങ്ങനെ ഞാൻ നല്ല രുചിയുണ്ടെന്ന് പറയൂല, പക്ഷെ ഇത് കൊള്ളാം. കണ്ടോ ഓരോ മത്തിയും ഈ മസാല കിടന്ന് ഇങ്ങനെ വേകുമ്പോ ഇത് മത്തി കറിയാണോ അതോ മത്തി പൊരിച്ചതാണോ ഒന്നും അറിയാൻ പറ്റില്ല. കണ്ടതാ നല്ല മസാലയിൽ കുളിച്ച് നിൽക്കുന്ന മത്തി. ഓ, വായിൽ വെള്ളം വന്ന് ഗൈസ്. ആരെങ്കിലും ഉണ്ടാക്കി വായിക്കോ, സംഭവം ടേസ്റ്റ് ആയിരിക്കും. എന്നാലും കഴിക്കുമെന്ന് കൂടി ഞാൻ പറയാം കേട്ടാ. ഇപ്പൊ കഴിക്കാം നമുക്ക്. ചോറെടുക്കടി. പിന്നെന്താ താച്ചാൻ പോകുന്ന പോലെ? ഓ, റെസ്റ്റ് എടുക്കാൻ പോയതാന്ന് തോന്നല്ലേ? അമ്മേ ചോറെടുക്ക്. അങ്ങനെ ഞങ്ങള് ചോറ് കഴിക്കാറുണ്ട്. എനിക്ക് മൊത്തം സ്പെഷ്യലാ. വെള്ളം കൂട്ട എന്റെ വെള്ളം കൂട്ടാത്ത കറി നീ എടുത്താ തൊഴിക്കുന്നത്. നിനക്കുള്ള കറി ഇതാ വെള്ളം കൂട്ടിയതാ. ഗൈസ് ഞാൻ പറഞ്ഞ സംഭവം കാണിച്ചത് ഇവിടെ ലൈവ് ഉണ്ട്. അനക്കല്ല ലൈവില് കാണിച്ചു വിട്ടതേ. അരപ്പ് വേറെ വെള്ളം വേറെ. കണ്ടില്ല? കാണുന്നില്ല വെള്ളം? നോക്ക്, സൈഡിൽ നോക്ക്, വെള്ളം പച്ചവെള്ളം നോക്ക്. കണ്ട വെള്ളം കണ്ട? ഇത് ഇതിനകത്ത് നോക്കിക്കകത്ത് ഇതിനകത്ത് അങ്ങനെ ഉണ്ടാവൂല. ഞാൻ വെറുതെ പറയുന്നല്ല. അതാണ് ഈ കറിയാണ് ഈ വെള്ളം തെളിഞ്ഞിരിക്കണത്. കണ്ട? നിങ്ങൾ ഒഴിച്ച വെള്ളമാണ് ഈ തെളിഞ്ഞിരിക്കണത്. അത് അങ്ങനെ നിൽക്കും. അരപ്പ് വേറെ ആയിട്ടും വെള്ളം വേറെ ആയിട്ട് നിൽക്കും. അപ്പൊ ഈ കറി മുളക് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. വെള്ളം കൂട്ടി അമ്മയും മോളും വെള്ളം കൂട്ടിയത് കഴിച്ചോ. അതവിടെ കേട്ടോ നമ്മുടെ സ്പെഷ്യൽ സാധനം ഇവിടെ ഉണ്ട്. അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഗൈസ്, നിങ്ങൾ ഉണ്ടാക്കണോ വേണ്ടയോ എന്ന് ഞാൻ ഇപ്പൊ പറയാം. കഴിച്ചിട്ട് സത്യസന്ധമായ അഭിപ്രായം മാത്രം പറയുള്ളൂ. മത്തി ഉണ്ടോ? നോക്കോ, എടുത്തോ. നല്ല മത്തി ഞാൻ എടുത്തിട്ട് ശരിക്കും കുറച്ച് വലിയ മത്തി വേണം ശരിക്കും. ഈ മസാലയും കൂട്ടിയിട്ട് ഓക്കെ എടുത്താ. ഒരു പ്രാവശ്യം ഉണ്ടാക്കണം എന്നല്ല, എപ്പോഴും ഉണ്ടായിക്കോ. അടിപൊളി. സത്യസന്ധമായിട്ട് പറഞ്ഞാണ്, നല്ല ടേസ്റ്റാണ്. മസാല ഇല്ലേ, കഴിച്ചു നോക്കിയാ ഇത് പറഞ്ഞു. പോയിന്റ് ഫൈവ് എടുത്തില്ലല്ലോ.
നോക്കിയമ്മേ മുള്ളുള്ള കലാണ് പറയരുത്. കഴിച്ചു നമ്മ തൊട്ട് നോക്കിയില്ലല്ലോ മസാല പോലും. ഇത് ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ. ഒന്ന് കഴിച്ചു നോക്കി. സത്യസന്ധമായിട്ട് അഭിപ്രായം മാത്രം പറഞ്ഞാൽ മോശമാണെങ്കിൽ മോശം തന്നെ പറഞ്ഞു. അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല. വീഡിയോ കോട്ടിയല്ല, നല്ല ടേസ്റ്റ്, നല്ല രസമില്ലേ? നല്ല രസമാണ്. ഞാൻ പറയട്ടെ, ഞാൻ പറയാം. നല്ല രുചിയുണ്ട്. ഇങ്ങനെ എടുത്ത് ശരിക്കും ഒരു പൊരിച്ചതും ഒരു കറിയൊക്കെ ആയിട്ടല്ലേ നല്ല അങ്ങനെ തോന്നുന്നു. എന്റെ കറി വേണമെന്നില്ല കേട്ടാ, എന്റെ മസാല മാത്രം കൂട്ടി കഴിക്കാം. സീരിയസ് ആയിട്ട് പറയാം. എന്താ അവസ്ഥ? ഒരു പൊടിക്ക് പുറവുണ്ട് ഇല്ലേ? തോന്നിയാ ഒരിത്തിരി പുറവും നമ്മുടെ ഭാഗത്തിനുണ്ടല്ലോ, മതി. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ്. എന്താന്നറിയ ഇത് സംഭവം തോന്നുന്നേ, മുളകിട്ട് മത്തിക്കറി വെക്കൂലേ നമ്മള്, എന്നിട്ട് പറ്റിച്ചെടുക്കൂലേ, പിറ്റേന്നെല്ലാം പറ്റിച്ചെടുക്കൂലേ, അതിന്റെ ടേസ്റ്റ്. ശരിക്കും കുറച്ച് മത്തി വലുതാണ്, കുറച്ചൊരു നെയ്യുള്ള മത്തിയും കൂടി ആണെങ്കിൽ ഉണ്ടല്ലോ, നെയ്യുള്ള മത്തിയാണെങ്കിൽ പൊളിക്കും ഗൈസ്. അപ്പൊ നമ്മളെന്നാ പിന്നെ ഇവിടെ ചോറ് കഴിക്കട്ടെ, കഴിച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ, എല്ലാരും കഴിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളും കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ മത്തി പൊരിച്ചതെല്ലാം കൂട്ടി ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ചെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ പോയി കുളിക്കാനെല്ലാം പോയി പോയി 1-2 സ്ഥലത്ത് ഇനിയിപ്പോ പോവാനുണ്ട്. ഒന്ന് ചെറിയൊരു ക്ലാസ് ഉണ്ട് മക്കളുടെ, അതിന് പോണം. പിന്നൊന്ന് മക്കളെ കൂട്ടാൻ വേണ്ടി പോണം. പിന്നെ എപ്പോഴും കാണലല്ലേ ഇവരുടെ ഞാൻ പറഞ്ഞില്ലേ 12-ാം തീയതിയിലത്തെ ട്രിപ്പ്, അതിന്റെ അല്ലേ എനിക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ. ആ പ്രോഗ്രാം എന്താണെന്നെല്ലാം പറയാട്ടാ. ഒരുപാട് സന്തോഷമുള്ള ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. അതെന്താണെന്ന് പ്രോഗ്രാമിന് പോകുന്ന അന്നത്തെ രാവിലത്തെ വീഡിയോ നമുക്ക് അന്നത്തെ വ്ളോഗിൽ എടുക്കാം. അപ്പൊ എന്തായാലും തൽക്കാലം ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അമ്മ കുറച്ചു നേരം കിടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാരും മത്തി ട്രൈ ചെയ്തോ. പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ തക്കാളിയും ചെമ്മീനും അത് സൂപ്പറാ, ഒളിക്കും അല്ലേ? അപ്പൊ ടാറ്റ ഗൈസ്. ഓക്കെ, റെഡി.